ശബരിമല കർമ്മസമിതി ആഹ്വാനം ചെയ്ത ഹർത്താലിനിടയിൽ ബായാറിലെ കരീം മുസ്ലിയാരെ ഒരു കൂട്ടം സംഘപരിവാർ പ്രവർത്തകർ ആക്രമിച്ച സംഭവത്തിൽ ശക്തമായ പ്രതിഷേധവുമായി ഇമാം കൗൺസിൽ. കരീം മുസ്ലിയാരെ സന്ദർശിച്ച ശേഷം പബ്ലിക് കേരളയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ തുറന്നടിച്ച് ഇമാം കൗൺസിൽ സംസ്ഥാന നേതാവ് കെ അബ്ദുൾ മജീദ് ഖാസിമി. കഴിഞ്ഞ ശബരിമല ഹർത്താലിനോടനുബന്ധിച്ച് കാസർഗോഡ് ജില്ലയിലെ ബായാർ എന്ന സ്ഥലത്ത് വെച്ച് RSSന്റെ ആൾക്കൂട്ട ആക്രമണത്തിനിരയായ മദ്രസാധ്യാപകനായ അബ്ദുൽ കരീം മുസ്ലിയാരെ ഓൾ ഇന്ത്യ ഇമാംസ് കൗൺസിലിൻ്റെ കേരള സ്റ്റേറ്റ് പ്രതിനിധികൾ ഇന്ന് മംഗലാപുരം യൂണിറ്റി ഹോസ്പിറ്റലിൽ സന്ദർശിക്കുകയുണ്ടായി. അദ്ദേഹം അപകടനില തരണം ചെയ്തിട്ടുണ്ട് എങ്കിലും ശരീരത്തിൻ്റെ ഒരു ഭാഗം മുഴുവനായും ചലനം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വരുവാനും കുടുംബത്തിൻ്റെ അത്താണിയായിട്ടുള്ള അദ്ദേഹം കുടുംബം പോറ്റുന്നതിന് വേണ്ടി ഇനി മദ്രസ ജോലി അല്ലെങ്കിൽ പള്ളി ഇമാമിൻ്റെ ജോലി നിർവഹിക്കുന്നതിന് 1 വർഷത്തോളം ഇനിയും എടുക്കും. ഈ നിലയിൽ അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി പുരോഗമിക്കുകയാണെങ്കിൽ വളരെ ദയനീയമായ അതിക്രൂരമായ ആക്രമണമാണ് അബ്ദുൽ കരീം മൗലവിക്കെതിരെ നടന്നത്. ഉത്തരേന്ത്യയിൽ സംഘപരിവാറിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ആൾക്കൂട്ട ആക്രമണത്തിന് സമാനമായിട്ടുള്ള ആക്രമണമാണ് അബ്ദുൽ കരീം മൗലവിക്കെതിരെ നടന്നിട്ടുള്ളത്. അതും തികച്ചും ഒരു പണ്ഡിതനെ, ഒരു മുസ്ലിം പണ്ഡിതനെ തന്നെ തെരഞ്ഞുപിടിച്ച് അവർ അതിനിഷ്ഠൂരമായി പട്ടികയിൽ ആണി തറച്ചുകൊണ്ട് അദ്ദേഹത്തെ വധിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് അദ്ദേഹത്തിൻ്റെ തലക്കടിച്ച് വധിക്കാൻ, കൊല്ലാനുള്ള ശ്രമം നടത്തിയിട്ടുള്ളത്. ജീവിതത്തിൻ്റെ 2 അറ്റം മുട്ടിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന ഒരു ദരിദ്ര കുടുംബത്തിൻ്റെ ഏക അത്താണിയാണ് അബ്ദുൽ കരീം മുസ്ലിയാർ. അദ്ദേഹത്തെ വധിക്കുകയായിരുന്നു സംഘപരിവാറിൻ്റെ ലക്ഷ്യം. അതോടൊപ്പം കാസർഗോഡ് ജില്ലയിൽ അടക്കം കേരളത്തിലുടനീളം ഒരു വർഗീയ കലാപത്തിന് കോപ്പുകൂട്ടുകയായിരുന്നു സംഘപരിവാർ ശക്തികൾ. എന്നാൽ ആ ഗൗരവത്തിൽ അതെടുത്തുകൊണ്ട് ഈ ആക്രമണത്തിന് നേതൃത്വം കൊടുത്ത RSSൻ്റെ നേതാക്കന്മാരെ, BJPയുടെയും ശബരിമല കർമ്മസമിതിയുടെയും നേതാക്കന്മാരെ അതിൽ കുറ്റവാളികളായി കണ്ട് ശക്തമായ നടപടി സ്വീകരിക്കുന്നതിൽ ഭരണകൂടവും ആഭ്യന്തര വകുപ്പും പരാജയപ്പെട്ടിരിക്കുകയാണ്. CCTVയിൽ വളരെ കൃത്യമായി ആക്രമികൾ അദ്ദേഹത്തെ കൊല ചെയ്യാൻ വേണ്ടി, ആക്രമിക്കാൻ വേണ്ടി പാഞ്ഞെടുക്കുന്നതും ആക്രമിക്കുന്നതും വളരെ വ്യക്തമായിട്ട്, അതിൻ്റെ പിന്നിലെ പ്രതികൾ ആരൊക്കെയാണ് എന്ന് കൃത്യമായി ബോധ്യമുണ്ടായിട്ടും പക്ഷേ പൂർണ്ണമായ അർത്ഥത്തിൽ മുഴുവൻ പ്രതികളെയും അതിൻ്റെ പിന്നിൽ ഗൂഢാലോചന നടത്തിയ BJPയുടെയും RSSൻ്റെയും കർമ്മസമിതിയുടെയും നേതാക്കന്മാരെയും നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരുവാൻ ഇതേവരെ സാധിച്ചിട്ടില്ല എന്നുള്ളത് പ്രബുദ്ധ കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ ഗൗരവമായിട്ട് കാണേണ്ട ഒരു സംഗതിയാണ്. ഹർത്താൽ ദിനത്തിൽ ഒരു ബന്ധവുമില്ലാത്ത നിരപരാധിയായ കരീം മുസ്ലിയാരെ ആയുധങ്ങളുമായി എത്തിയ ഹർത്താൽ അനുകൂലികൾ ആണിയടിച്ച പലക കൊണ്ട് തലയ്ക്കടിക്കുകയായിരുന്നു. എന്നാൽ ഈ ദൃശ്യങ്ങൾ CCTVയിൽ പതിഞ്ഞതോടെയാണ് അക്രമകാരികൾ വെട്ടിലായത്. ഇമാം കൗൺസിൽ സംസ്ഥാന നേതാക്കളായ UK അബ്ദുൾ സലാം മൗലവി, കെ അബ്ദുൾ മജീദ് ഖാസിമി, മുഹമ്മദ് സലീം ഖാസിമി, ഹർഷദ് മുഹമ്മദ് നദ്വി, നിസാറുദ്ദീൻ മൗലവി തുടങ്ങിയവർ അക്രമത്തിനിരയായ കരീം മുസ്ലിയാരെ സന്ദർശിച്ചു. ഹർത്താൽ ദിനത്തിലെ സംഘപരിവാർ അഴിഞ്ഞാട്ടത്തിൽ നിരവധി നിരപരാധികളാണ് ഇരയായത്. എന്നാൽ കരീം മുസ്ലിയാരെ തിരഞ്ഞുപിടിച്ച് ഒരു കൂട്ടം ആക്രമികൾ ആക്രമിക്കുകയായിരുന്നു. ഈ വിഷയത്തിൽ ശക്തമായ നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്ന് ഇമാം കൗൺസിൽ പബ്ലിക് കേരളയോട് പറഞ്ഞു. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.